ഈ പ്രധാനമായും പറയാനുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ വരുന്ന 2026 ജനുവരി 24-ാം തീയതി 4 മണിക്ക്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷനാകും. മുഖ്യാതിഥിയായി കേന്ദ്രത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാർ, മിക്കവാറും മന്ത്രിമാരായ കെ രാജൻ, വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ, സജി ചെറിയാൻ, ജി ആർ അനിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ്, എം പിമാരായ ഡോക്ടർ ശശി തരൂർ, അഡ്വക്കേറ്റ് എ ആർ റഹീം, ഡോക്ടർ ജോൺ ബട്ടാസ്, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, MLA-മാരായ അഡ്വക്കേറ്റ് എം വിൻസെന്റ്, വി ജോയ്, ഒ എസ് അംബിക, വി ശശി, ഡി കെ മുരളി, കടകംപള്ളി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ജി സ്റ്റീഫൻ, സി കെ ഹരീന്ദ്രൻ, ഐ വി സതീഷ്, കെ ആൻസലൻ തുടങ്ങിയിട്ടുള്ളവരും, അതോടൊപ്പം തന്നെ നമ്മുടെ കരൺ അദാനി പ്രധാനമായും MD എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഒപ്പം നമ്മുടെ ഉദ്യോഗസ്ഥ പ്രമുഖരായിട്ടുള്ള കൗശിക്, ദിവ്യ തുടങ്ങിയിട്ടുള്ള ആളുകളും, പ്രദീപ് ജയരാമൻ മിസിലിന്റെ ആളാണ്, അദാനിയുടെ ആളാണ്, അദ്ദേഹവും പങ്കെടുക്കും. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കളക്ടർ തുടങ്ങിയിട്ടുള്ള കൗൺസിലർമാരെ പ്രദേശത്തുള്ളവരെ ഇവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനമായി സൂചിപ്പിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തെ കരാർ അനുസരിച്ച് 2045 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്തുമായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കരാറാണ് നമുക്കത് 2028 പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ തുടക്കം 2ഉം 3ഉം 4ഉം ഘട്ടങ്ങൾ ഒരുമിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. അത് പൂർത്തീകരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 2990 മീറ്ററായിരുന്നു നമ്മൾ പുലിമുട്ട് നിർമ്മിച്ചതെങ്കിൽ, ബ്രേക്ക് വാട്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ 800 മീറ്റർ ബർത്ത് ഉണ്ടായിരുന്നത് 2000 മീറ്റർ ബർത്തായി നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് കൂടുതൽ കപ്പലുകൾക്ക് വന്ന് ബർത്ത് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ നിർമ്മാണ പ്രവർത്തനം മാറിത്തീരുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ 1ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നമുക്കത് 2024 ഡിസംബർ 3-ന് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഞങ്ങളുടെ കയ്യിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ 10 ലക്ഷം കണ്ടെയ്നർ ലക്ഷ്യമിട്ടായിരുന്നു നമ്മുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക്, പ്രത്യേകിച്ചും നമ്മൾ 1 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 10 ലക്ഷം കണ്ടെയ്നർ നമുക്ക് ഓഗസ്റ്റിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ഡിസംബർ എത്തിയപ്പോഴേക്ക് നമുക്ക് 13.5 ലക്ഷം കണ്ടെയ്നറായി. ഇപ്പോ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 710 ഷിപ്പുകൾ വന്ന് 15.13 ലക്ഷം TEU കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടമാണ് നമുക്ക് വിഴിഞ്ഞത്ത് ഇപ്പൊ ചൂണ്ടിക്കാണിക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ICP പദവി ലഭിക്കുകയുണ്ടായി. അത് കുറെ കൂടി നമുക്ക് വിശാലവുമായ രൂപത്തിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ കൂറ്റൻ കപ്പലുകളായിട്ടുള്ള MSCയുടെ ബെറോണയും MSCയുടെ ടർക്കിയും തുടങ്ങിയിട്ടുള്ള കപ്പലുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതൊരു പക്ഷേ കൊളംബോയിലോ ദുബായിലോ ഒന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത MSCയുടെ കൂറ്റൻ കപ്പലുകളാണ് നമുക്ക് വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി എടുത്തു സൂചിപ്പിക്കുകയാണ്. ഏതാണ്ട് യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ
വൻകരകളിലെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചരക്ക് ഗതാഗതം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി എടുത്തു സൂചിപ്പിക്കുകയാണ്. പിന്നീട് പുതിയ സൗകര്യങ്ങൾ വരാൻ പോകുന്നത് റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഏതാണ്ട് 9,700 കോടി രൂപയാണ് ഇതെല്ലാം ചേർത്ത് അടുത്ത ഘട്ടങ്ങളിലെ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ രണ്ടാം ഘട്ടം ഇത് പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് റോഡ് മാർഗമുള്ളതും റെയിൽവേ മാർഗമുള്ളതുമായ ചരക്ക് ഗതാഗതം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളിപ്പോ പണിത് തീർത്തിട്ടുള്ള ഒരു അപ്രോച്ച് റോഡുണ്ട്, കരമാർഗമുള്ള ചരക്ക് നീക്കം. ആ അപ്രോച്ച് റോഡ് ഇതോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കും എത്തിച്ചേരുകയാണ് ആദ്യഘട്ടം. അതിനുശേഷം പിന്നീട് ഹൈവേയുമായി ബന്ധപ്പെടുന്ന ക്ലോവർ ലീഫ് ഉൾപ്പെടെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒപ്പം 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൽ 9.2 കിലോമീറ്റർ നമുക്ക് തുരങ്കപാതയാണ്, ബാക്കി നമുക്ക് ഓപ്പണായി വരുന്നതുമാണ്. ഇങ്ങനെ അതിനുവേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈവേയിലേക്കുള്ള ബന്ധത്തിന്റെയും ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് 1492 കോടി രൂപ മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ആ കാര്യം കൃത്യമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. പിന്നെ ഇനി നമുക്ക് ഇതിനധികമായി ഭൂമി വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 55 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുക്കും ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. അപ്പൊ ഭൂമിയൊന്നും നമുക്ക് വെളിയിൽ നിന്ന് എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടുകൂടി ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ഏതാണ്ട് 35,000-ൽ നിന്ന് 1,00,000-മായി വരും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതും നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ കിട്ടുന്ന ഒരു സൗകര്യമാണ്. അപ്പോ ആകെ ട്രെയിനുകളുടെ എണ്ണം 100 ആകും. ഇതിൽ 30 ഷിപ്പ് ടു ഷോർ ട്രെയിനുകളും 70 യാർഡ് ട്രെയിനുകളും ഉണ്ടാകും. 800 മീറ്റർ ബർത്ത് എന്നത് 2 കിലോമീറ്റർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 4 മദർഷിപ്പിന് വിഴിഞ്ഞത്തടുപ്പിച്ച് ചരക്ക് ഗതാഗതം പൂർണ്ണമാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു തീർത്ത പ്രവർത്തനങ്ങൾ ഏറെ പ്രയോജനകരമായും അഭിമാനകരമായും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതു പശ്ചാത്തലമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് പുതിയ രൂപത്തിൽ 2025 ഡിസംബർ മാസത്തിൽ ഒരു മാസം തന്നെ 1.21 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു മാസത്തെ വർക്ക് ഏറ്റവും മുന്നോട്ട് വന്ന ഒരു ഘട്ടമാണ് എന്ന് എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഏതാണ്ട് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ 106 കോടി രൂപയുടെ ടാക്സ് എന്ന രൂപത്തിൽ വരുമാനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ അഭിമാന പ്രോജക്റ്റായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ 2, 3, 4 ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ നാട് സാമ്പത്തികമായി അതേപോലെ സാമൂഹ്യമായി വ്യാവസായികമായി കാർഷിക മേഖല തൊഴിൽ മേഖല എല്ലാം പുരോഗതിയിലേക്ക് വരാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്ന ഈ ഘട്ടം എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും പങ്കാളിത്തവും മുമ്പെല്ലാം മീഡിയ നല്ല രൂപത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചോളം വലിയ പിന്തുണ നൽകിയിരുന്നു. തുടർന്നും അത് ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതെ അതെ അത് നമ്മുടെ കരാറിനനുസരിച്ച് അങ്ങനെയാണ്. അതെ അല്ലെ സർക്കാർ കൊണ്ടുവന്ന പ്രോജക്റ്റ് അല്ലേ ഇത്. മറ്റോ ഇപ്പൊ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്ത് പ്രവർത്തനത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള പുരോഗതി നേടി കൊണ്ടുവന്നിട്ടുള്ളത് ആ നേട്ടം ഗവൺമെന്റ് അല്ലാതെ ഈ സംസ്ഥാനത്തിനല്ലാതെ വേറെ ആർക്കും അതുണ്ടാവുന്നു. ഇല്ല, അതിന് ഭൂമി ഏറ്റെടുക്കൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് 2028 ആകുമ്പോഴേക്ക് പൂർത്തീകരിക്കും തന്നെയാണ്. നേരത്തെ തീരുമാനിച്ചിരുന്ന 2045 ആദ്യത്തെ കരാർ ഇപ്പൊ 2, 3, 4 ഘട്ടം നടക്കേണ്ടത്. അത് നമ്മൾ പുതുക്കിയുണ്ടാക്കിയ കരാറാണ് 2028 പൂർത്തീകരിക്കാൻ തയ്യാറായി വരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിനകത്ത് 2028 റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്.
അല്ല 2028 ലക്ഷ്യം വെച്ചാണ് ഇപ്പം നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 1492 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു. അതിനുവേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലും പ്രവർത്തനങ്ങളും ഇപ്പം വലിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ആദ്യം നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ നമുക്ക് തരേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അതിന് ഒരു സംവാദത്തിനും വിവാദത്തിനും നിൽക്കാതെ പ്രോജക്റ്റ് നടക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അല്ല, അത് ഇപ്പോ ആദ്യം 2 ഘട്ടങ്ങളിൽ പരാതിക്കാരെ വിളിച്ചുകൂട്ടി അവരുടെ പരാതികൾ കേട്ട് നമ്മൾ ആദ്യം പാരിസ്ഥിതിക അനുമതിയും അതോടൊപ്പം തന്നെ സാമൂഹികാഘാത പഠനവും നടത്തുന്ന രൂപത്തിൽ തന്നെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ കേട്ടിരുന്നു. രണ്ടാമത് ഇപ്പോ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോളം ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ചേർന്നു. വീണ്ടും വിപുലമായ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അലൈൻമെന്റ് പൂർത്തിയായി. അലൈൻമെന്റ് അംഗീകരിച്ചതിന് ശേഷമാണ് കൊങ്കൺ റെയിൽവേ DPR തയ്യാറാക്കി തന്നു. അത് സെൻട്രൽ അംഗീകരിച്ചു, റെയിൽവേ അംഗീകരിച്ചു, നമ്മളും അംഗീകരിച്ചു. അതിന്റെ നമുക്ക് പരിസ്ഥിതി ആഘാതത്തിനുള്ള പഠന റിപ്പോർട്ടിന് അംഗീകാരം കിട്ടി, സാമൂഹ്യ ആഘാത പഠനത്തിനുള്ള ഇതും കിട്ടി, അംഗീകാരവും കിട്ടി. നമ്മൾ നബാർഡിന്റെ ഫണ്ട് എടുത്തു. നബാർഡിനോട് കടം എടുത്തിട്ടാണ് ബാക്കി പിടിച്ചത്. കേന്ദ്ര ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ നബാർഡിന്റെ ഫണ്ട് എടുത്തു. ഇൻഫ്ര ഇപ്പൊ അതിന്റെ പണി ആരംഭിച്ച് 50 ഹെക്ടർ ഭൂമി എടുത്തു കഴിഞ്ഞു. ബാക്കി അവരെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സൂചിപ്പിച്ച പോലെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെല്ലാം വരണമെങ്കിൽ ഭൂമി അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ വ്യവസായ വകുപ്പും ഇൻഫ്രയും എല്ലാം ചേർന്ന് നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങളും ഒരു സൈമൾട്ടേനിയസായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നടത്തിയ 2 കോൺക്ലേവ് ഉണ്ടായിരുന്നു. ഇന്ന് വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ വന്നിരുന്നു. അപ്പോ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായവും ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം അവർ വരുന്ന കാര്യവും എല്ലാം കോൺക്ലേവ് നന്നായി ചർച്ച ചെയ്ത് അവർ വെച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഹരിക്കുമെന്ന രൂപത്തിലേക്ക് നമ്മൾ തീരുമാനമെടുത്താണ് ആ കോൺക്ലേവ് പിരിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 50 ഹെക്ടറോളം ഇൻഫ്ര എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളതിന് നീങ്ങിക്കൊണ്ടിരിക്കും. അല്ലല്ല കരഭൂമി അത് മറ്റേ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ പോർട്ടിന്റെ ഭാഗമാണ് വെള്ളം നിർത്തിയെടുക്കുന്നത്. 55 ഹെക്ടർ എന്ന് പറഞ്ഞത് 106 കോടി ഞാൻ പറഞ്ഞു. അത് ടാക്സ് ആണ്. നമുക്കിവിടെ വരുന്നതിന് ടാക്സ് ഉണ്ടല്ലോ, ആ ടാക്സിൽ നിന്നാണ് നമുക്ക് 106 കോടി രൂപ കിട്ടിയിട്ടുള്ളത്. മറിച്ച് ഇതിന്റെ പ്രവർത്തനത്തിന്റെ മറ്റു രൂപത്തിലുള്ളത് നമുക്ക് വരുന്നു. റിട്ടേൺ തെറ്റ് തുടങ്ങുന്നത് 2035 മുതലാണ്. നമ്മുടെ നേരത്തെ കരാർ എങ്ങനെയാണ്? ക്ലിയർ ആകുന്നില്ല. അതെ, സ്റ്റേറ്റിന് കിട്ടിയതാണ്. ഞാൻ നേരത്തെ എത്രയോ പ്രാവശ്യം കേന്ദ്രം VGF നമുക്ക് ഗ്രാൻഡായി തരേണ്ടതാണ്, തന്നില്ല. പകരം നമ്മൾ അവസാനം തീരുമാനിച്ചു ലോണായി തരാമെന്നവർ പറഞ്ഞു. ഇനി അത് വെച്ച് തർക്കിച്ച് മുന്നോട്ട് പോയി കാലതാമസം വരണ്ട എന്നുള്ള നിലയ്ക്ക് ലോൺ എന്ന രൂപത്തിൽ നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പിട്ടു. ആ VGF നമുക്ക് കിട്ടായിരുന്നു. അതേസമയത്ത് ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് VGF ഗ്രാൻഡായിട്ടാണ്, നമുക്ക് മാത്രം ലോണായിട്ടാണ്. അതെല്ലാം ഞങ്ങൾ അന്ന് വിശദീകരിച്ചാണ്, ക്ലിയർ ആയിട്ട്. ഉണ്ട് അല്ല, നമ്മുടെ കൊടുത്ത കൊങ്കൺ റെയിൽവേയാണ് നമ്മുടെ DPR തയ്യാറാക്കിയത്. അത് കൃത്യമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൊടുത്തു. അവരത് അംഗീകരിച്ചു. അവർ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ അനുമതി തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ല, കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ, റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത്. നമുക്ക് ഭൂമി എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല.
ഇല്ല, തർക്കിക്കാതിരിക്കാനാണ് നെഗോസിയേഷൻ നടക്കുന്നത്. നമ്മൾ വിളിച്ചു കൂട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ രൂപത്തിലാണ്. ഇല്ല, അങ്ങനെ നിലപാടിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയത്ത് ഈ കരാർ ഉണ്ടാക്കിയതും കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ടും ഈ ഗവൺമെന്റ് അല്ല, കരാർ ഉണ്ടാക്കിയത് UDF ഗവൺമെന്റാണ്. ആ കരാർ പിന്നെ പൊളിച്ചെഴുതാൻ ഞങ്ങൾ പോയിട്ടില്ലാത്തത് പൊളിച്ചെഴുതിയാണ് നമുക്ക് 2045 പറഞ്ഞത് 28 നമ്മൾ ചുരുക്കി കൊണ്ടുവന്നത്. ആ നിലയിലേക്ക് മാറ്റിയെടുത്തത് നമ്മൾ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്. നമുക്ക് നേരത്തെ തന്നെ റിട്ടേൺ കിട്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു. അതേസമയത്ത് അവര് നമ്മളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഈ വിഷയത്തിൽ നേരത്തെ ഉണ്ടാക്കിയ കരാറ് ലംഘിക്കാൻ നമ്മൾ തയ്യാറായില്ല. നമുക്ക് നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇത്തരം കമ്പനികളുമായി ബന്ധപ്പെട്ട നിലപാടുകൾ മുമ്പും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. മാവൂർ ഗോളിയർ സൈന്റെ ഒന്നാന്തര ഉദാഹരണമാണ്. MSC അല്ല, MSCയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ വന്നു എന്ന് ഞാൻ പറഞ്ഞു. മറ്റു കമ്പനികളും ഉണ്ട്. കമ്പനികളുടെ പേരെല്ലാം ഞങ്ങൾ വേണമെങ്കിൽ നോക്കി പറയാം. ഇവിടെ തരാം. MSC അല്ല, MSCയുടെയാണ് വലിയ ഷിപ്പുകളെല്ലാം. ഞാൻ ഈ പറഞ്ഞ MSC ഐറീനയും MSC ടർക്കി എല്ലാം കൊറോണയും എല്ലാം MSCയുടേതാണ് ഈ കൂറ്റൻ കപ്പലുകൾ. അല്ലാത്ത കമ്പനികളുടെയും വന്നിട്ടുണ്ട്. ആ പേരുകളെല്ലാം ഞങ്ങൾ വേണമെങ്കിൽ ആദ്യം വന്ന കപ്പൽ തന്നെ Other ships are MSC today. Yes. Serial ships are not necessarily MSC. It is an Indian company, Singapore company, everybody. ധാരാളം കമ്പനിയുണ്ട്. And we have also Maersk ships coming. So 3-4 bulk ships also coming. Once we expand, more shipping lines will come. Because now our capacity is full already. Once we expand, all the shipping lines will come. ആ വിഷയത്തെ സമയം നമ്മൾ മാത്രമായി എടുക്കേണ്ട കാര്യങ്ങളല്ല, മറിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് അത്തരം ഉൾക്കടലുകളിലേക്ക് പോയി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ കൈകാര്യം ചെയ്യുന്നതും അതിന് ബാക്കി കാര്യങ്ങളും. നമുക്കുണ്ടായ നഷ്ടം എന്താണെന്ന് നമ്മൾ കണക്കാക്കി അവരുടെ മുമ്പിൽ ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പൊ ബാക്കി അത് പൊക്കുകയോ മറ്റു കാര്യങ്ങളോ എല്ലാം നമ്മുടെ തീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ വരുന്ന വിഷയങ്ങൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് കൈകാര്യം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വിളിക്കും. അവരെല്ലാം ഇതിനകത്ത് സംഭാവന ചെയ്ത കൂട്ടരെല്ലാം വിളിക്കും. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എല്ലാ പേരുകളും വായിച്ചില്ലെന്നുള്ളത്. യെസ്, ഞങ്ങളെ അതായിട്ടാണ് പ്രദീപ് ജയരാമൻ, വാട്ടർ സെക്രട്ടറി. പ്രദീപ് ജയരാമൻ. അത് രാഷ്ട്രീയമല്ലേ? എന്തോ അതെ, അതിപ്പോ ഉന്നയിച്ചല്ലോ, നേരത്തെ ഉന്നയിച്ചാണ്. വിമാനാപകടം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കാൻ പറ്റും അല്ലേ? അല്ല, പണ്ട്. ഇപ്പോ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അത് അതിനൊക്കെ കാരണങ്ങളുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കർണാടകത്തിൽ ഗാലറി തകർന്ന് വീണ് മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നു, കെട്ടിയ മന്ത്രി ഉൾപ്പെടെ 10 പേര് മരിച്ചു. ആ മന്ത്രി രാജിവെച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിഷമം ഇപ്പൊ ഇച്ചിരി ഉണ്ടാകുന്നതിന്റെ കാര്യം നല്ല രൂപത്തിൽ അതിന്റെ അന്വേഷണവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമപരമായി അതോടൊപ്പം തന്നെ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു. അതിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോ ഞാനത് എഴുതി കൊടുത്ത് ഇങ്ങനെ അന്വേഷണം വേണം. അപ്പൊ പഴയതുകൂടി അന്വേഷിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പഴയത് മുതൽ 25 വരെ. അപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ
കോൺക്രീറ്റ് കൊടിമരം ചെതല് പിരിച്ചു എന്നുൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്ത കൂട്ടരും മറ്റാളുകളും ഒക്കെ ഇപ്പോ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷമത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അത് പാകാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തി എന്റെ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോകുന്നു. അത് ഭംഗിയായി നടക്കട്ടെ. പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യം എല്ലാം ക്ലിയറായി വെളിയിൽ വരും. കൃത്യമായി കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിലും സ്വർണം ശബരിമല അയ്യപ്പനും കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം. എന്തുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായ അല്ലെ 2 കേസിലും പ്രതിയായി ഇനിയിപ്പോ അടുത്തതിലൂടെ സംശയിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്ന അവിടെ മാത്രം പോവാതെ ഇതിലൊന്നും പെടാത്തവരുടെ വീടുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുകയും ഇഡി മുമ്പും കേരളത്തിൽ കാണിച്ചത് നമുക്കറിയാമല്ലോ. സ്വർണ്ണ കേസ് ഇത് സ്വർണ്ണ ചെമ്പ്, അതേപോലെ അന്ന് കടത്തി എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം ഇട്ട് എത്ര കാലമലക്കി ഇഡി. ആ ഇഡിയുടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറാണ് സുരേഷ് കുമാർ. അയാളെയാണിപ്പോ ഗവൺമെന്റ് തന്നെ പുറത്താക്കേണ്ടി വന്നത്. എന്തെല്ലാം കള്ളത്തരവും കൊള്ളത്തരവും എത്രയോ നിരപരാധികളെ കുരുക്കാനും വേണ്ടി സൂത്രവിദ്യ പ്രയോഗിച്ച് എന്തെല്ലാം സമ്പത്ത് അയാൾ സമാഹരിച്ചു. അപ്പൊ ഇഡിയുടെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ പുറത്താക്കുന്ന നടപടി വന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വിചാരിച്ച് അന്വേഷിക്കരുതെന്നല്ല പറഞ്ഞു. അന്വേഷിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടോട്ടെ. അതിനൊന്നും നമുക്കടക്കം എന്താ പ്രശ്നം? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.